Hello friends, welcome to Shali's kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുളിയിഞ്ചി ആയിട്ടാണ്. കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ പുളിയിഞ്ചി. സാധാരണ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ അത് കുറുകി വരാൻ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇത് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്വിയസ്ലി ഇഞ്ചി വേണം. അപ്പോൾ ഇഞ്ചി ഞാനിപ്പോൾ 1/2 കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വളരെ നന്നായി ചെറുതാക്കി കൊത്തിയരിയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വേണ്ടത് പുളിയാണ്. പുളി ഞാനിപ്പോൾ ഇത് 2 നാരങ്ങയുടെ വലുപ്പമുള്ള പുളി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇഞ്ചിക്ക് 2 നാരങ്ങയുടെ വലുപ്പമുള്ള പുളി ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഞാൻ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇച്ചിരി കായപ്പൊടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ പുളി നമുക്ക് ഇപ്പം ഞാൻ 1/2 മണിക്കൂർ കൂടുതലായി ഇത് വെള്ളത്തിലിട്ടിട്ട് ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പുളിവെള്ളം എടുക്കാം. ഇപ്പം ഞാൻ പുളിവെള്ളം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ എൻ്റെ കുക്കർ ഇച്ചിരി വലുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഒരു ചട്ടിയിൽ ഇപ്പോൾ ഫ്രൈ ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ചെയ്യാം കേട്ടോ. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചി ഫുള്ള് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇഞ്ചി എടുക്കുമ്പോൾ നമ്മൾ എത്ര പുളി എടുക്കുന്നു അതിനനുസരിച്ചിട്ട് എടുക്കണം. ഒത്തിരി ഇഞ്ചി എടുത്തിട്ടുണ്ടെങ്കിൽ പുളിയിഞ്ചിയിൽ കുറച്ചൊരു കയ്പുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് 2 നാരങ്ങ വലുപ്പത്തിൽ ഒരു 1/2 കപ്പ് ഇഞ്ചി എടുത്തത്. ഓക്കെ, നന്നായി ഇനി ഇത് ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം ബ്രൗണായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ തീ കുറച്ചിടണം. ഇനി ഇതിലേക്ക് നമ്മളുടെ ഇതിട്ട് കൊടുക്കുക, പച്ചമുളക്. ഇപ്പം നന്നായി തീ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിയും. പിന്നെ നമ്മളുടെ പൊടീസ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളുടെ വെളുത്തുള്ളി. ജസ്റ്റ് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ, കായപ്പൊടി. ഇതെല്ലാം ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്, പച്ചമണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. കുക്കർ എടുത്തിട്ട് നമ്മളുടെ മസാല, ഫ്രൈ ചെയ്തിട്ട് മസാല കുക്കറിലേക്ക് ഇടാം. പിന്നെ നമ്മളുടെ പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നേരത്തെ പറയാൻ മറന്നുപോയി, ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര ഇടണം കേട്ടോ. ശർക്കര പറഞ്ഞാൽ വെള്ളം. നോക്കൂ, ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് കുക്കറിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഇത് അടക്കാം. അപ്പോൾ ഇതിൽ സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഞാനിതിൽ കുക്കറിൽ 10 മിനിറ്റ് ഇതിൽ വേവിച്ചെടുക്കും. അപ്പോൾ എൻ്റെ വെയിറ്റ്സ് ഇല്ലാത്ത കുക്കറാണ് കേട്ടോ. അപ്പം നിങ്ങൾ വെയിറ്റ് ഇട്ടിട്ട് ഒരു 10 വിസിൽ വന്നിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പം ഓരോ കുക്കറും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആൻഡ് നിങ്ങളുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങളത് ടൈം കുറച്ച് നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം ഇത് വറ്റി പോകാൻ പാടില്ല. എൻ്റെ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ എനിക്കറിയാം ഇതിൻ്റെ വേവ് എത്ര ഉണ്ടാവുന്നു. അപ്പം ഞാനിതിൽ 10 മിനിറ്റ്സ് വേവിക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്തു നോക്കുക. ചിലപ്പോൾ ടൈമിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ ഇതനുസരിച്ചിട്ട്. അപ്പം നമുക്കിനി 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് 10 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ.
ഹലോ, ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ഓഫ് ചെയ്തിട്ടോ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കറക്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിത് ഒരുപാട് അങ്ങോട്ട് ഫുള്ളി കുറുക്കി എടുക്കുന്നില്ല. കാരണം ഇഞ്ചിക്കറി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്നും കൂടി ഇത് ടൈറ്റായി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫുള്ളി അങ്ങോട്ട് സദ്യക്ക് വിളമ്പുന്ന പോലെ ആക്കി എടുക്കുന്നില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് ടൈറ്റ് ആവും കേട്ടോ. അപ്പം നിങ്ങളിത് തുറന്നിട്ട് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി കുറുകി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കുക. അപ്പം ഞാൻ ഫുള്ളി അങ്ങോട്ട് വറ്റിച്ചെടുക്കണമെന്നില്ല കേട്ടോ. എനിക്ക് ഈ ഒരു പരുവാണ് ഇഷ്ടം. കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറുക്കും. ഇനി നമുക്ക് ഇത് കറിവേപ്പിലൊന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം നമുക്ക് ഇനി ഇത് താളിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു പാൻ ഓൺ ചെയ്യുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ഉണങ്ങിയ മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്. തീ കുറച്ചിട്ട് പിന്നെ നമ്മളുടെ കറിവേപ്പില ഇതിലേക്ക് നല്ല ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മളുടെ അടിപൊളി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. സദ്യയിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ഇതാണ്. നിങ്ങളുടെ ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.